നിസ്സഹകരണവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ വീട് ഉയരുന്നതിന് മുമ്പ് മറ്റാരുടെയും വീട് ഉയരേണ്ടതില്ല എന്നുള്ള ഒരു ചിന്തയും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഡിലേക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ അതിനെ ഞങ്ങൾ അതിജീവിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കോൺഗ്രസ് 100 വീടുകൾ പറഞ്ഞതിനകത്ത് നിങ്ങളുടെ വീട് കൂടി ഉൾപ്പെടുമോ? കോൺഗ്രസിന്റെ 100 വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രദേശത്ത് തന്നെ യു കോൺഗ്രസിന്റെ 30 വീടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 1ാം വാർഷികത്തിന് 2 ആഴ്ച മാത്രം ശേഷിക്കുമ്പോഴും ഇതുവരെ ഭൂമി പോലും കണ്ടെത്താൻ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി കെ.സി. വിജയൻ ആരോപിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. ഫണ്ട് കൃത്യമായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് തിരിമറി നടത്തിയെന്നാണ് കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും ഡിസിസി ജനറൽ സെക്രട്ടറിയുമായ കെ.സി. വിജയൻ ആരോപിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് 2024 ഓഗസ്റ്റിനാണ്. 6 മാസത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പിന്നെ കേട്ടു. ഇന്ന് ഒക്ടോബർ 2 തറക്കല്ല് പോലും ഇട്ടിട്ടില്ല യൂത്ത് കോൺഗ്രസ്. 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾ. ഇപ്പോൾ ഈ കേട്ട പ്രതികരണം ജൂലൈ 31-ലേതാണ്. 6 മാസത്തിനുള്ളിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കുമത്രേ. അതായത് ഈ വരുന്ന ജനുവരിയിൽ. 2 മാസത്തിൽ മിനിമം ഒരു കല്ലെങ്കിലും ഇടണ്ടേ? കല്ല് പോയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പൊടി പോലും കാണാനില്ല. വയനാട്ടിൽ 1 ഇഞ്ച് ഭൂമി യൂത്ത് കോൺഗ്രസ് കണ്ടെത്തിയിട്ടില്ല. പാവങ്ങളുടെ പേരിൽ പിരിച്ചെടുത്ത പണം എന്തു ചെയ്തു ആർക്കറിയാം.